ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മാരേജിൻ്റെ 3 ദിവസത്തെ ക്ലിപ്പിങ്ങിലൂടെ ആക്കിയേക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ്. ഫ്രൈഡേ മുല്ലപ്പൂ നൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങ് കൊടുങ്ങല്ലൂരാണ് നമ്മുടെ പെണ്ണിൻ്റെ വീട്. പോകണ വഴിയിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ചെന്നപാടെ നമ്മൾ ഫോട്ടോ എടുക്കാനായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ വെയിറ്റ് ചെയ്താണ് കസിൻസ് എല്ലാവരും ഇരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ച് പിന്നെ ഇവനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്ന്. ഇതെൻ്റെ ഇത്താത്താടെ വെച്ചാട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് പോയി നാളത്തേക്കുള്ള ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ചെറുക്കൻ വന്നെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ താഴേക്ക് വന്ന് അവരുടെ കലാപരിപാടികളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനിരുന്ന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെ ബ്രൈഡിനെ ഒന്ന് ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിക്ക് അവിടെയുള്ള എല്ലാവരും ഓരോ റോസ് വീതം ബ്രൈഡിന് കൊടുക്കണം. അങ്ങനെ ആൾ കണ്ണ് കെട്ടിയിട്ട് നമ്മളവിടെ കൊണ്ടുവന്നിരുത്തി. ആൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം റോട്ടിൽ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്ന്. അടുത്ത ദിവസം രാവിലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ഞായറാഴ്ചത്തേക്ക് ഇടാനുള്ള ഷോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടെ പോയത് ഗ്രേപ്സിലേക്കാണ്. തായ്ക്കാറ്റുള്ള ഗ്രേപ്സിൽ അവിടെ അത്യാവശ്യം നല്ല ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഷോൾ അവിടെ നിന്ന് കിട്ടി. പിന്നെ എനിക്കൊരു ഇയറിംഗ് ചെയിനും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് നമ്മൾ ആലുവയിൽ 2-3 കട കയറി ഇറങ്ങിയിട്ട് ഫൈനലി നമുക്ക് ആലുവയിലുള്ള ഒഫാബിന്ന് സാധനം കിട്ടി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് റെഡിയായി ഇക്കാക്ക വന്ന് നേരെ മാമാട്ടേക്ക് പോയി. അവിടുന്ന് എല്ലാവരും കൂടി ആ കാറിൽ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. പോണ വഴിയിൽ ഒരു ചായയും കൂടി കുടിച്ച്. എല്ലായിടത്തും ഞാനാ. ഹായ് പറ. ഹായ് പറ. നമ്മൾ ഹാളിലേക്ക് പോവുകയാണ് പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട്. അങ്ങനെ നമ്മൾ ഹോളിലെത്തി നമ്മൾ നേരെ ബ്രൈഡിനെ കാണാനാണല്ലോ പോകുക. അങ്ങനെ നമ്മൾ ബ്രൈഡിനെ കണ്ട്. ഇപ്രാവശ്യം ബ്രൈഡിൻ്റെ എൻട്രി ഗേൾസിന് പകരം ബോയ്സാണ് ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റിയത്. അത് കഴിഞ്ഞിട്ടാണ് ഗേൾസ് എല്ലാവരും കൂടി കയറിയത്. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിലിരുന്ന് ഫുൾ പാട്ട് വെച്ച് തുള്ളലൊക്കെ ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ. ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പം നമ്മൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയി. ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ 5:30 കല്യാണത്തിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ മൺഡേ മോർണിംഗ് തന്നെ റെഡിയായി നേരെ ഹാളിലേക്ക് വന്ന് നമ്മൾ ആദ്യം തന്നെ ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയേ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു നമ്മുടെ അൻസീനെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ താഴെ നിക്കാഹൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അടിപൊളി എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. ഇന്ന് നമ്മുടെ ഔട്ട്ഫിറ്റ് സാരി ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡിന് ഇറങ്ങാനുള്ള ടൈം ആയിരുന്നു. അങ്ങനെ അവൾ പോയിട്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന്. റിസപ്ഷന് നിൽക്കാനൊന്നും പറ്റിയില്ല, അപ്പോഴേക്കും എനിക്ക് പനി പിടിച്ച്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.